ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കുമ്പിളപ്പമാണ്. കുമ്പിളപ്പത്തിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെന്ന് പറയുന്നത് ഞാൻ എടുത്തിട്ടുള്ളത് 1 കിലോ റവയാണ്. 1 കിലോ റവയ്ക്ക് ഒരു തേങ്ങ എടുത്തിട്ടുണ്ട്. ആവശ്യമായിട്ടുള്ള അളവിൽ ശർക്കര പാനിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ നമ്മുടെ ചക്കപ്പഴമാണ്. ചക്കപ്പഴം ആവശ്യമായിട്ടുള്ള ആ ഒരു അളവിലെടുത്തിട്ടുണ്ട്. പിന്നെ പാകത്തിന് ഉപ്പ്, മധുരം ചേർക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയൊരളവിൽ ഉപ്പ് ചേർത്താൽ മതിയാവും. പിന്നെ ഫ്ലേവറിന് ആവശ്യമായിട്ട് ജീരകവും ഏലക്കയും പൊടിച്ചതുണ്ട്. പിന്നെ നമ്മുടെ ഇടനയിലയിലാണ് നമ്മൾ ഈ കുമ്പിളപ്പം പുഴുങ്ങിയെടുക്കാറ്. പിന്നെ നമ്മൾ ചക്കപ്പഴം മിക്സിയുടെ ജാറിൽ അടിച്ചെടുത്തിട്ട് റവയോട് കൂടി ചേർക്കുന്നു. ഇതിനൊപ്പം തന്നെ നമ്മൾ ചക്കപ്പഴം ചേർത്തു. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഉപ്പ് ചേർത്തു. ശേഷം ഒരു തേങ്ങ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു, ചിരകി എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു തേങ്ങയും ഫ്ലേവറിന് ആവശ്യമായിട്ടുള്ള ഏലക്ക ജീരകം പൊടിച്ചതും ചേർത്ത് ഇളക്കിയെടുക്കുന്നു. നമുക്ക് കുഴച്ചെടുക്കുന്ന സമയം വെള്ളം കുറവാണെങ്കിൽ ചെറുതായിട്ടുള്ള ചെറു ചൂടുവെള്ളം ചേർത്ത് നമ്മൾ കൂട്ടി കുഴച്ച് വയ്ക്കുന്നു. ശേഷം നമ്മൾ കുമ്പിളില എന്ന് പറയുന്നത് നമ്മുടെ ഇടനയിലയാണ്. ഇടുക്കിയിലാണ് ഇടനയില എന്ന് പറയുന്നത്. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ എന്താണ് പേരെന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. വഷണയില എന്ന് പറയുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു ആവശ്യത്തിനുള്ള ഒരു രീതിയിൽ നമ്മൾ തേങ്ങ പായസത്തിന് ചേർക്കും വിധം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് നല്ലപോലെ നെയ്ക്കകത്ത് ചേർത്ത് അതും കൂടി ചേർത്ത് ഇളക്കി വെക്കുന്നുണ്ട് കേട്ടോ. അതൊരു പ്രത്യേക ടേസ്റ്റാണ് നമ്മളത് ചേർക്കുന്നത്. പിന്നെ ശേഷം ഒന്നുകൂടി കുഴച്ച് നമ്മളൊരു പരുവത്തിലാക്കി ഇങ്ങനെയാണ് ചിരിക്കുന്നേ. അതിനുശേഷം നമ്മൾ കുഴച്ച് വെച്ചത് നമ്മുടെ ഇടനിലയ്ക്കകത്ത് കുമ്പിളിലാണ് നിറയ്ക്കുന്നത്. കുമ്പിളിൽ നിറച്ച ശേഷം കുഞ്ഞൊച്ച വെച്ചതാണ്. അപ്പോൾ നമ്മൾ കുമ്പിൾ കുത്തിയിട്ട് അതിനുള്ളിൽ ഇത് നിറച്ച് നമ്മൾ നമ്മുടെ ഇഡ്ഡലി ചെമ്പുണ്ടല്ലോ, ഇഡ്ഡലി പാത്രം, അതിനുള്ളിൽ വെച്ച് ആവിക്ക് വെച്ച് പുഴുങ്ങിയെടുക്കും. അങ്ങനെ നമ്മുടെ കുമ്പിളപ്പം റെഡി ആയിട്ടിരിക്കുകയാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കുമ്പിളപ്പമാണിത്. നമ്മൾ റവയ്ക്കകത്ത് എടുക്കുമ്പോൾ റവ നല്ലപോലെ വറുത്ത ശേഷം വേണം എടുക്കാനായിട്ട്. റവയ്ക്കകത്ത് ഉണ്ടാക്കുന്ന കുമ്പിളപ്പം നല്ല സോഫ്റ്റ് ആയിരിക്കും, നല്ലൊരു ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കാണുക, ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.